കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഇല്ലംനിറ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കർക്കിടക വാവുബലി തർപ്പണം എന്നിവ വിപുലമായ പരിപാടികളോടെ നടത്താൻ തീരുമാനിച്ചു. പാങ്ങാവ് ശിവക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതെന്ന് ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. ഓഗസ്റ്റ് 9 ഞായറാഴ്ച രാവിലെ ഇല്ലം നിറയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. കർക്കിടക വാവുബലി പിതൃതർപ്പണം, മഹാതിലക ഹോമം, മഹാപിതൃസായൂജ്യ പൂജ എന്നിവ ഓഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ 3 മണി മുതൽ 11 മണി വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 5000-ഓളം ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനായി 2 പ്രമുഖ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ ഒരേ സമയം 2 ബലിത്തറകളിൽ തർപ്പണം ചെയ്യുവാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തർക്കായി വിപുലമായ സംവിധാനങ്ങളാണ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ചെറുതുരുത്തി പങ്ങാവ് ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം അത് 2026 ആഗസ്റ്റ് 12 തീയതി ബുധനാഴ്ച ആണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 5000 പേർക്കുള്ള ഒരു വിപുലമായ സൗകര്യം നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് 2 ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. 2 ബലിത്തറകളിലായി ഏകദേശം ഒരു 1000 പേർക്ക്, ഒരു ട്രിപ്പിൽ 1000 പേർക്ക് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള 2 വശങ്ങളിലായിട്ടാണ് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന വിപുലമായ സൗകര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10-ാം തീയതി 11-ാം തീയതിയോടുകൂടി എല്ലാ സൗകര്യങ്ങളും പൂർത്തിയാകും. അതുപോലെ അതിനുള്ള സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഷവർ ബാത്ത് വെച്ചാൽ പുഴയിൽ വെള്ളത്തിൻ്റെ ആധിക്യം കൊണ്ട് പുഴയിൽ ഇറങ്ങാൻ സാധിക്കാത്ത വന്ന സമയത്ത് നമ്മൾ ഷവർ ബാത്ത് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ വർഷവും നമ്മൾ ഷവർ ബാത്ത് വെച്ചാൽ പുഴയിലേക്ക് ഇറങ്ങാതെ ആളുകൾക്ക്, ഭക്തജനങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പുരുഷന്മാർക്കും അതുപോലെ സ്ത്രീകൾക്കും വെവ്വേറെ വസ്ത്രം മാറാനുള്ള സൗകര്യം. അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് നമ്മൾ സായുജ്യ പൂജ, മഹാസായുജ്യ പൂജ, അതുപോലെ മഹാതിലഹോമം, അതുപോലെ ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആ ഒരു ചടങ്ങ് അവിടെ നടക്കും. അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം, ചുക്കുകാപ്പി എന്നീ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ വാഹനങ്ങൾ, വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിപുലമായ സൗകര്യമാണ് ഇപ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരമ്പരാഗതമായിട്ട് നമ്മൾ കേരള കലാമണ്ഡലത്തിൻ്റെ അകത്ത് PNM ആയുർവേദ കോളേജിലാണ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം നമ്മൾ നില ബോട്ട് ക്ലബിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ അതിൻ്റെ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഷീ ലോഡ്ജിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായാൽ അവർക്ക് ഡോക്ടർമാരുടെ സേവനം, അതുപോലെ മരുന്ന്, മറ്റുള്ള കാര്യങ്ങൾ, ആംബുലൻസ് സൗകര്യം എന്നീ കാര്യങ്ങളാണ് ഈ പ്രാവശ്യം പങ്ങാവ് ശിവക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ളത്. ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാങ്ങാവ് ശിവക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത്, ട്രഷറർ സുരേന്ദ്രൻ സുപ്രീം, ക്ഷേത്രം മാനേജർ MA രാജു, ഓഫീസ് മാനേജർ സുരേഷ് നമ്പുള്ളി എന്നിവർ പങ്കെടുത്തു. ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. You are watching VCV News.